ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ രോഗി മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സംഭവിക്കാവുന്ന അവസ്ഥയുമാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്ക് എത്താനും അധികം നാള് വേണ്ടി വരില്ല. ഉദാഹരണത്തിന് ഇപ്പോ ആശുപത്രിവാസം വേണ്ടി വരുന്ന ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് രോഗിയെ മനസ്സിൽ കാണുക. ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് രോഗി അടുത്ത 30 ദിവസത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത 50% ഉണ്ട്. ഉദര കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ ഹരികുമാർ ആർ നായർ. ഈ മദ്യപാന കരൾ രോഗം എന്ന് പറയുന്നതാണോ ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അതാണോ അതോ കരൾ വീക്കവുമായി ബന്ധപ്പെട്ടാണോ? നല്ല ചോദ്യം. അപ്പം ഈ മദ്യപാനം കൊണ്ട് കരളിൽ ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് സിറോസിസ് എന്ന് പറയുന്ന രോഗമാണ്. അത് വർഷങ്ങളോളം മദ്യം ഉപയോഗിച്ചതിന് ശേഷം ഒരു 10-20 വർഷത്തെ മദ്യപാനത്തിന് ശേഷം ക്രമേണ കരളിൽ വടുക്കൾ അടിഞ്ഞ് സ്കാർ ടിഷ്യൂ അടിഞ്ഞിട്ടാണ് കരൾ സിറോസിലേക്ക് പോവുക. ഈ സാധാരണ കണ്ടുവരുന്ന കരൾ സിറോസ് വർഷങ്ങളോടെടുത്ത് വളരെ സ്ലോ ആയിട്ട് നിശബ്ദമായിട്ട് കരൾ ഡാമേജ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു 20 വർഷം കഴിഞ്ഞ് പുറത്തിയാടുന്ന രോഗമാണ് സിറോസിസ്. പക്ഷെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആ കരൾ കോശങ്ങൾ വീങ്ങുന്ന അവസ്ഥയാണ്. മറ്റേതിൽ വടുക്കൾ അടിയുന്നു, സ്കാർ ടിഷ്യൂ അടിയുന്നു, ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ അതില് സിറോസിസിൽ. രണ്ടും ഡിഫറന്റ് ആയിട്ടുള്ള രോഗങ്ങളാണ്. രണ്ടും മദ്യം കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിലും. അപ്പൊ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് പലപ്പോഴും അമിതമായി ഒരു ചെറിയ കാലയളവിൽ മദ്യപിക്കുന്ന ആളുകളിലാണ് കരൾ കോശങ്ങൾ വല്ലാതെ വീങ്ങിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ കരൾ കോശങ്ങളിൽ വീക്കമുണ്ടാകുന്ന അവസ്ഥയെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു. വളരെ നിശബ്ദമായി വർഷങ്ങളെടുത്തുണ്ടാകുന്ന കരളിന്റെ അപചയത്തെ കരൾ സിറോസിസ് എന്ന് പറയുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിന്റെ മരണനിരക്ക് വളരെ കൂടുതലാണ്. അതായത് മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരൾ വീക്കം. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്റെ മരണനിരക്ക് ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ രോഗി മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സംഭവിക്കാവുന്ന അവസ്ഥയുമാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്ക് എത്താനും അധികം നാള് വേണ്ടി വരില്ല. ഉദാഹരണത്തിന് ഇപ്പോ ആശുപത്രിവാസം വേണ്ടി വരുന്ന ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് രോഗിയെ മനസ്സിൽ കാണുക. ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് രോഗി അടുത്ത 30 ദിവസത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത 50% ഉണ്ട്. അതേസമയം സങ്കീർണമാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം കരൾ കോശങ്ങളുടെ പെട്ടെന്നുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയാണ്. ഇപ്പോൾ ലിവർ അറ്റാക്ക് എന്ന് നമ്മൾ പറയാൻ വേണമെങ്കിൽ അക്യൂട്ട് ലിവർ ഫെയിലിയർ, പെട്ടെന്ന് കരളങ്ങ് പരാജയപ്പെടുകയാണ്. ആദ്യം പറഞ്ഞ കരൾ സിറോസിസ് പെട്ടെന്നുണ്ടാകുന്ന ഡാമേജ് അല്ല, വളരെ സ്ലോ ആയിട്ട് വർഷങ്ങളോളം മദ്യപിച്ച് വളരെ സ്ലോ ആയിട്ട് വടുക്കളടിഞ്ഞിട്ടുണ്ടാകുന്ന കരൾ സിറോസ്. അപ്പോൾ ഓരോ പെഗ് മദ്യം കഴിക്കുമ്പോഴും ഈ സർവ്വം സഹായ കരളിനെ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും പുതിയ കോശങ്ങളെ റീജനറേഷൻ സംഭവിക്കുന്ന ഒരു അവയവമാണ്, പുനരുജ്ജീവനം സംഭവിക്കുന്ന അവയവമാണ്. അപ്പോൾ അങ്ങനെ പുതിയ സെല്ലുകളെ വീണ്ടും വീണ്ടും കൊടുക്കുന്നു. അതുകൊണ്ട് വർഷങ്ങളോളം ആ വ്യക്തി സിറോസിസ് ഉള്ള വ്യക്തി ജീവിച്ചിരിക്കുന്നു. പക്ഷെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള രോഗിക്ക് അങ്ങനെ ഒരു സാവകാശം കിട്ടുന്നില്ല, കരളിന് സാവകാശം കിട്ടുന്നില്ല. എല്ലാ കോശങ്ങളും പെട്ടെന്ന് വീങ്ങിപ്പോയി കരളിന്റെ പ്രവർത്തനം പെട്ടെന്ന് തകരാറിലാകുന്ന ഒരു ലിവർ അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതെ, ഞാനൊരു 3 മാസം മുമ്പ് 3 വർഷം മുമ്പ് 3 മാസം മുമ്പ് വരെ നന്നായി മദ്യപിച്ചിരുന്നു. ശരി. അപ്പൊ പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നെഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എക്കെട്ട് വരിക, ഛർദിക്കാൻ വരിക, ഭക്ഷണം കഴിച്ച അപ്പൊ ഛർദിക്കൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് ഇപ്പം മെഡിക്കൽ പോയി ഒരു കാര്യം വന്നപ്പോ കുറെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ടെസ്റ്റ് ചെയ്തപ്പോ ഈ എസ്ജോടി എന്നുള്ളത് എസ്ജോട്ടിയില്ലേ, അത് 1255, 713, പിന്നെ ടോട്ടൽ വൈറ്റ് ബ്ലഡ് 5500. ഞാനൊന്ന് ഇടപെട്ടോട്ടെ സുനിൽ. നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു രോഗത്തെ കുറിച്ചായിരുന്നു കേട്ടോ. ഒരുപാട് അളവ് മദ്യം ഒരു ചുരുങ്ങിയ കാലയളവിൽ കഴിക്കുന്ന ആളുകളിൽ വരുന്ന കരൾ വീക്കത്തെയാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സുനിലിന്റെ വാസ്തവത്തിൽ ഈ ലാബ് ടെസ്റ്റുകൾ പറഞ്ഞത് മുഴുവൻ ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ആ ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ ഈ 3 മാസം മദ്യം നിർത്തിവെച്ചിരിക്കുകയാണല്ലോ അല്ലേ? അത് 3 മാസം ഡോക്ടറിനോട് മരുന്ന് യൂഡിസ്റ്റ് തന്നു. അതൊരാഴ്ച കഴിച്ചിട്ട് ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോ കുറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മളിപ്പോ സംസാരിച്ചു ടെസ്റ്റ് ചെയ്തപ്പോ സാറേ എസ്ജോബിറ്റി ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോ അതിലെ 40 എസ്ജോട്ടി, പിന്നെ എസ്ജിബിറ്റി 32. മനസ്സിലായി. അപ്പൊ ഇപ്പൊ കരൾ വീക്കം ഈ 3 മാസം കൊണ്ട് നല്ലപോലെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മദ്യപാനം കൊണ്ടുണ്ടായ ആ കരൾ കോശങ്ങളുടെ വീക്കം അഥവാ ഹെപ്പറ്റൈറ്റിസ് അത് മാറിക്കഴിഞ്ഞു ഇപ്പോ. അപ്പോ എനിക്ക് കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 2-3-4 ദിവസം മുമ്പ് പൂരത്തിന്റെ ആ ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു.
പൂരത്തിന്റെ സാഹചര്യത്തിൽ പൂരം നടന്നപ്പോൾ അപ്പൊ സുനിൽ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്നലെ മിന്നാന്നൊക്കെ ആയിട്ട് വീണ്ടും വന്നു. അത് തന്നെ പറയാൻ പോവുകയാണ്. അതായത് ഒരിക്കൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വന്ന വ്യക്തി തീർച്ചയായിട്ടും മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. കാരണം ഇനിയും മദ്യപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിലേക്ക് ചെന്നെത്തുന്നത് വെച്ചാൽ ആ വ്യക്തിയുടെ മദ്യപാന പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ടാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കും. അങ്ങനെയല്ലേ സുനിലിന്റെ മദ്യം? അതെ. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ മദ്യപാന ശീലമുള്ള വ്യക്തി തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് നിർത്തണം. ഇല്ലെങ്കിൽ അടിക്കടി ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കത്തിന്റെ അവസ്ഥ വന്നാൽ അത് മരണത്തിലേക്കാണ് കൊണ്ടുപോവുക. നമ്മൾ ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു തീവ്രമായ അവസ്ഥയിൽ മരുന്നുകൾ പലപ്പോഴും ഏൽക്കില്ല. കരൾ മാറ്റിവെക്കൽ എന്നൊരു ചികിത്സാ സമ്പ്രദായം മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൽ ഈ കരൾ മാറ്റിവെക്കൽ തന്നെ പലപ്പോഴും നടക്കാറില്ല. വളരെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വിളിച്ചത് നന്നായി. രണ്ടാമത്തെ തവണയും മദ്യപിച്ചപ്പോൾ ആ ഒരു ഹെപ്പറ്റൈറ്റിസ് പോലെ വന്നെങ്കിൽ, കരൾ വീക്കം പോലെ വന്നെങ്കിൽ തീർച്ചയായിട്ടും മദ്യം പരിപൂർണമായി നിർത്താനുള്ള തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും കൂടെ ഒന്ന്, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്നിപ്പം അദ്ദേഹം പറഞ്ഞ പോലെ നെഞ്ചരിച്ചത്, അതെന്താണ് അതിന്റെ ലക്ഷണങ്ങൾ? അതെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വളരെയധികം മദ്യം ഒരു ചുരുങ്ങിയ കാലയളവിൽ കഴിക്കുമ്പോഴാണ് പലപ്പോഴും വരിക. അപ്പോൾ ഇത് ശരീരത്തിലെ എല്ലാ അവയവ വ്യവസ്ഥയ്ക്കും ഡാമേജ് ഉണ്ടാക്കുന്നു അല്ലെ. ഈ കുടിച്ചിറങ്ങിപ്പോകുന്ന അന്നനാളക്കുഴൽ ഉൾപ്പെടെ പൊള്ളിച്ചുകൊണ്ടാണ് താഴേക്ക് പോവുക. ഈ നെഞ്ചരിച്ചിലൊക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ ഇത് കുടലിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെട്ട് അബ്സോർബ് ചെയ്യപ്പെട്ട് രക്തത്തിലൂടെ കരളിലെത്തുമ്പോൾ കരൾ കോശങ്ങൾക്കും വീക്കം ഉണ്ടാക്കുന്നു. അപ്പോഴാണ് ഈ ഛർദി ഉണ്ടാകുക, വിശപ്പില്ലായ്മ, വല്ലാത്ത ക്ഷീണം. നമ്മൾ കരളിനെ പലപ്പോഴും ദഹന അവയവമായിട്ടാണ് കാണുന്നത്. അല്ല, ഉന്മേഷം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഹോർമോൺസ് ഉൾപ്പെടെ ശരീരത്തിന്റെ പല ഓർഗൻ സിസ്റ്റത്തിനും വേണ്ട പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്നുള്ള ഒരു റോൾ, അങ്ങനെ പല പല ജോലികൾ ചെയ്യുന്നൊരു അവയവമാണ്. അപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്യാൻ പറ്റാതാകുന്ന അവസ്ഥയിൽ കരൾ രോഗം അമിതമായ ക്ഷീണത്തിലേക്ക് നയിക്കും, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കും, കിടപ്പ് രോഗിയാവുന്ന രീതിയാണ് പലപ്പോഴും ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൽ വരിക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങളായിരിക്കാം ഇതെന്ന് തിരിച്ചറിയുക എന്നുള്ളതും കൂടിയാണ്. അതെ, അല്ല, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക്, ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്താൻ അധികം താമസമില്ല. കാരണം രോഗിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാൾ ഡേഞ്ചറസ് ആണ് ആൽക്കഹോളിക് സിറോസിസ്. എന്തെന്നാൽ ഇത് നിശബ്ദമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 10, 20, 30 വർഷം മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ മദ്യപാനത്തിലും ഉണ്ടാകുന്ന കരൾ കോശങ്ങളുടെ ഡെത്തിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പുതിയ കോശങ്ങൾ കരൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ അത്തരക്കാരാണ് നിശബ്ദാവസ്ഥയിൽ കരൾ ഡാമേജ് വരുന്നതുകൊണ്ട് ഒരു ഡോക്ടറെ അടുത്തോ മെഡിക്കൽ ഫെസിലിറ്റിയിലോ എത്താതിരിക്കുന്നത്. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എത്തും, പ്രശ്നം ഇത്രയേ ഉള്ളൂ, എത്തിയാലും മരണനിരക്ക് കൂടുതലാണ്. പെട്ടെന്ന് തിരിച്ചിതിനകത്തോട്ട് കയറുമ്പോൾ ഞാൻ ചോദിക്കാം, ഇപ്പൊ സിറോസിസിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയും പറഞ്ഞു. രണ്ട് അസുഖങ്ങളിലും കരൾ മാറ്റിവെക്കലാണ് ഒരു ചോയ്സ് എന്നാണ്, അവസാന ചോയ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ, രണ്ടു തരം അസുഖങ്ങളാണെന്ന് പറയുമ്പോൾ കരൾ മാറ്റിവെക്കലിന്റെ പ്രോസസ്സുമായിട്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാര്യം? തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഈ കരൾ രോഗം വന്നിട്ട് കരൾ മാറ്റിവെക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ രോഗി മരിച്ചുപോയി എന്ന് പറയില്ലേ. ഈ സാഹചര്യം കൂടുതൽ കണ്ടുവരുന്നത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിലാണ്. കാരണം കരൾ മാറ്റിവെക്കൽ എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായം ഇന്ന് തീരുമാനമെടുത്താൽ നാളെ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ഈ കരൾ മാറ്റിവെക്കപ്പെടുന്ന വ്യക്തിക്ക് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് അറിയാനുള്ള ഒരു പ്രീ ട്രാൻസ്പ്ലാന്റ് ചെക്കപ്പുകൾ നടത്തണം. അതിനുശേഷം ഈ വ്യക്തിക്ക് തക്കതായിട്ട് ചേരുന്ന കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു കരൾ ദാതാവിനെ കണ്ടെത്തണം. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും ഇതിനൊരു പിൻബലം വേണമല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും പിന്നെ അനുമതി പത്രങ്ങൾ വേണം, ആ ചികിത്സിക്കുന്ന ആശുപത്രിയുടെ പെർമിഷൻ, അതുകൂടാതെ സർക്കാർ തലത്തിലുള്ള കമ്മിറ്റിയുടെ പെർമിഷൻ. അപ്പൊ ഇത്തരം എല്ലാ കടമ്പകളും കടന്നു വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഈ സമയം തരുന്ന രോഗമല്ല ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. നേരത്തെ നമ്മെ വിളിച്ച ഒരു പ്രേക്ഷകൻ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ ആ രോഗം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഇത്രയും പ്രോസസ്സിലൂടെ കടന്ന് കരൾ മാറ്റിവെക്കലിൽ എത്തിയെന്ന് വരില്ല. സിറോസിന് വാസ്തവത്തിൽ കുറച്ചുകൂടെ നമുക്ക് സമയം കിട്ടും. അത്രത്തോളം രോഗി സിക്കല്ല, പെട്ടെന്ന് മരിച്ചു പോകില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30 ദിവസത്തിനുള്ളിൽ 50% മരണനിരക്കാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിനെങ്കിൽ സിറോസിന് അത്രയും മരണനിരക്കില്ല. അപ്പോൾ ദാതാവിനെ കണ്ടുപിടിക്കാനും സാമ്പത്തിക കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും ബാക്കി അനുമതി പത്രങ്ങൾ തേടാനും ഒക്കെയുള്ള സമയം സിറോസിസിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും സിറോസിസിൽ പോലും ഈ ട്രാൻസ്പ്ലാന്റ് വൈകാനുള്ള ഒരു പ്രധാന കാരണം ഡിനയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. രോഗി ഇപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ ട്രീറ്റിംഗ് ടീം പറയുകയാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, മരുന്ന് ചികിത്സകളുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും അത് അംഗീകരിക്കാൻ ആദ്യം എപ്പോഴും
ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു ശരാശരി രോഗിക്ക്. അതിനെയാണ് ഡിനയൽ ഫേസ് എന്ന് പറയുന്നത്. ഇതും വലിയൊരു വെല്ലുവിളിയാണ്, കടമ്പയാണ്. ഈ ഡിനയൽ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സാധിക്കാത്തത്. അതെ, എന്റെ അവയവം മാറ്റി പുതിയ അവയവം വെക്കണം എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയാണ് ഡിനയൽ. അതും ഒരു ഡിലേ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും സമീപകാലത്ത് നടന്ന പല മരണങ്ങളിലും ഇതൊരു കാരണമായിരുന്നു, ഡിനയൽ.